ആ അപ്പൊ രാത്രി ജീപ്പ് അടിക്കാൻ പോവാണ് കേട്ടോ. ഓ ജീപ്പൊക്കെ അടിച്ചോണ്ട് പോകെ. ഇതിങ്ങനെ കാണാൻ തന്നെ രസമല്ലേ. നമ്മൾ കണ്ട അവിടെ നിന്ന് നമ്മളെ സുരേഷ് ചേട്ടൻ്റെ ഇവിടെ ഒരു ചെറിയൊരു പ്രോപ്പർട്ടി ഉണ്ട്, അതൊന്ന് കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇതാണ് കേട്ടോ വഴി. നോക്കിയേ, നല്ല കുത്തനുള്ള ഇറക്കമാണ് കണ്ടോ. ഇത്രയും മേളിലാണ്. ഇതവിടെ ജീപ്പിന് ഇറങ്ങി വരണം. ആ വാ. ഇപ്പോൾ വണ്ടിയൊക്കെ വന്നിട്ട് കുറേ നാളായെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ അങ്ങനെ വരാറില്ല. ഇവിടെ വീടൊക്കെ ഉണ്ടോ? ഇല്ലല്ലേ. സ്ഥലമുണ്ട് ഇവിടെ, എല്ലാവർക്കും ഇഷ്ടംപോലെ സ്ഥലമുണ്ടല്ലേ. ആ നല്ല ചെളിപിളി റോഡാണല്ലോ അല്ലേ. ഇതിപ്പോ 4 വീൽ ഡ്രൈവിലാണോ? അല്ലല്ലേ, 4 വീലിന്റെ ആവശ്യമൊന്നുമില്ലല്ലേ. ആ ആ കുഴി ഇറക്കണ്ട, അത് വലിയ കുഴിയാണ്. ജീപ്പ് എങ്ങനെയാലും കയറി പോകും കേട്ടോ. അതാണ് ജീപ്പിന്റെ പ്രത്യേകത. വേറെ ഒരു വണ്ടിക്ക് ഇങ്ങനെ പോകത്തില്ല. ഇത്ര പഴയ ജീപ്പാണിത്. ഈ സൈഡ് പിടിച്ച് വന്നായി. 4 വീൽ ഡ്രൈവ് ഇട്ടോ, 4 വീല്. ഓ ഇതൊന്നും വലിയ കാര്യമല്ല കേട്ടോ, ജീപ്പിന് വലിയ കാര്യമല്ല. ഇത് നല്ല പാടുണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം ഓഫ് റോഡാണ്. കൊള്ളാം, വണ്ടി വലിയ കാര്യമില്ല, വണ്ടി സിമ്പിളായിട്ട് കയറി. നമ്മൾ ഫൈനലി നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ് കേട്ടോ. അതാണ്ടേ ഒരു വീട് കാണാം കേട്ടോ. ഇത് മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു പണിഞ്ഞു വെച്ചിരിക്കുന്ന സ്ഥലമാണ്. ഇത് സെറ്റപ്പാണല്ലോ, ഇവിടെ ഓഫ് റോഡ് ആണല്ലോ. സ്വന്തമായിട്ട് ഓഫ് റോഡുള്ള ആളാണ്. ഇത് നമ്മൾ സുരേഷ് ചേട്ടൻ്റെ വീടാണ്. വീട് എന്ന് പറയുമ്പം ഗസ്റ്റ് ഹൗസ്, റെസ്റ്റ് ഹൗസ്. ചുമ്മാ ഇതൊരു പാടിയാണല്ലോ, കലാമണിക്കുള്ള പോലത്തെ ഒരു പാടി. അതുപോലത്തെ സെറ്റപ്പാണ് കേട്ടോ. ആ ഇവിടെ എല്ലാം റബ്ബർ എസ്റ്റേറ്റ് അല്ലേ. സുരേഷ് ചേട്ടൻ്റെ വീടും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീട്ടിൽ കാണിക്കാം. അപ്പോൾ കണ്ടേ നമ്മൾ കണ്ടേ ആ ജീപ്പുമായിട്ട് ഇങ്ങനെ ഇവിടെ വന്ന് നിൽക്കുകയാണേ. സീറ്റ് ഉണക്കുന്നത്. ഓ ബാത്റൂം. ആ ഇതിങ്ങനെ ചെയ്തൊരു വീടാ അല്ലേ. താക്കോൽ എടുത്തായിരുന്നോ? ആ നമുക്കപ്പോൾ ഈ വീടും കൂടെ ഒന്ന് കാണിക്കാം. ഇത് ബാക്കാ. ഇത് ഇച്ചിരി മേളിലെത്തി കേട്ടോ. നമ്മള് നല്ല ഓഫ് റോഡ് കയറിയാ വന്നേ. ഇവിടെ ഇപ്പൊ ആൾക്കാരൊന്നും വരാത്തോണ്ട് ഇതൊക്കെ പൊടി പിടിച്ച് കിടക്കുമായിരിക്കും അല്ലേ. ആ മൊത്തം പൊടി അടിച്ച് കിടക്കും. അത് പിന്നെ പശുവിനെ കൊണ്ട് കിട്ടുമോ? അത് ശരി. ആ അതാ ശരിയാണല്ലോ, പുല്ലൊക്കെ കാണാം. പശുവിൻ്റെ പുല്ലും 2 റൂമുണ്ടല്ലേ. ഉള്ളല്ലോ കാട്ടിൽ നമ്മൾ ഈ ഒരു വീട് മാത്രമേ ഉള്ളൂ അല്ലേ ഈ കാട്ടില്. ആ താക്കോല് മാറിപ്പോയാ. താക്കോല് നമ്മളെടുത്തത് മാറിപ്പോയിട്ടോ. ആ കിച്ചണ് കാണിക്കാൻ പറ്റില്ല, അത്രയൊക്കെ ഉള്ളു. ആ എല്ലാ സൗകര്യവും ഉണ്ട്, കറണ്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ആ പിന്നെ ഉണ്ടോ ഇതിന് തറയൊന്നുമുള്ള വീടല്ല ഉണ്ടോ, ഫുള്ള് സ്ക്വയർ പൈപ്പ് ചെയ്തിട്ടേ
ആ രീതിയിലുള്ള ടെമ്പററി ഹൗസ് പോലെ ചെയ്തിരിക്കും കേട്ടോ. ബോർഡ് വെച്ച് ചെയ്തത്. ആ ജിപ്സം ബോർഡ് വെച്ച് ചെയ്തിരിക്കും അല്ലേ. ആ ശരി. ആ വിൻഡോയിൽ ആ രീതിയിലാണ് കേട്ടോ. വേറെ ഒരു വീടും ഇല്ലല്ലേ ഈ ഭാഗത്തൊന്നും? അപ്പുറത്തുണ്ടല്ലേ? ആ അവിടെ ഒരു വീടുണ്ട്. അങ്ങ് അവിടെ ഉണ്ടല്ലേ? ആ അധികം സ്ഥലം ഉള്ളതുകൊണ്ട്. എങ്ങനെയുണ്ട് ഇത്? കൊള്ളാല്ലേ? ആ ആണല്ലേ. ആ അപ്പോൾ അതൊക്കെയാണ് നമ്മൾ. നല്ല രസമുണ്ട് കേട്ടോ വരുന്ന വഴിയൊക്കെ. നല്ല നിങ്ങൾ കണ്ടല്ലോ, ഓഫ് റോഡൊക്കെ അടിച്ച് വരാൻ പറ്റും. വണ്ടി ഒരു ലെവലാട്ടോ. പഴയ വണ്ടിയാണെങ്കിൽ ഇജാതി കയറ്റമൊക്കെ അടിപൊളിയായിട്ട് കയറിയാണ് വരുന്നത്. അതിനെ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ആ അപ്പോൾ നമുക്ക് പയ്യെ പോവാല്ലേ. എന്നിട്ട് നമ്മൾ ഇറങ്ങി പോവുകയാണ് കേട്ടോ. ഇവിടെ നിന്ന് നമ്മൾ വന്ന വഴി. ആ അതല്ലേ. ഇതിപ്പോ റബ്ബർ വെട്ടുന്നൊന്നുമില്ലെന്ന് തോന്നുന്നല്ലേ? മഴ പെയ്യുമ്പോഴാണോ വെട്ടുന്നത്? മഴ കഴിയുമ്പോ. ആ വീടുണ്ട്. നമ്മൾ അവിടെ നോക്കിയപ്പോ കണ്ടില്ലെന്നേ ഉള്ളൂ. ആ നമ്മൾ ഇറങ്ങുന്ന വഴിയുണ്ടോ? വഴി. ജീപ്പ് അല്ലാതെ വേറെ വണ്ടിയിൽ വരത്തില്ലല്ലേ? അതായത് 4x4 വണ്ടിയേ വരത്തുള്ളൂ. വേറെ 2 വീൽ ഡ്രൈവ് വണ്ടിയൊന്നും ഇങ്ങോട്ട് വരത്തില്ല. ഇല്ലല്ല, വീഡിയോയിൽ അത്ര അറിയുന്നില്ല. വീഡിയോയിൽ ഇറക്കം അത്ര ഫീൽ ചെയ്യുന്നില്ല. നമ്മൾ ആ നേരിട്ടുള്ള അത്ര. ഈ സൈഡിൽ കുഴിയുണ്ട്, അതുകൊണ്ട് വല സൈഡ് പിടിച്ചോട്ടാ. അപ്പുറത്തെ അതിൽ കുഴിയുണ്ട്. വെള്ളം വന്ന് കുഴിയായിരുന്നു ഈ സൈഡ്. താഴോട്ട് പോകും. കുഴിയാണ്. വലത് പിടിക്കും. ഇതിനുമ്പോ ഇങ്ങനെ ഇല്ലായിരുന്നല്ലേ? നല്ല റോഡായിരുന്നു. ആ ഒഴുകിയാ പോകുന്നത്. അപ്പം ജെ.സി. വെച്ച് കുഴിയിട്ടോ? ആ ഇതെല്ലാം നമ്മൾ ഇതിന്റെ മേളിൽ നിന്നാണ് ഇപ്പൊ വന്നതല്ലേ? ഈ മേളിലാണ് കേട്ടോ നമ്മൾ വീട് കണ്ട. അവരെ പ്രോപ്പർട്ടി തന്നെയാണിത്. അതേ പ്രോപ്പർട്ടി തന്നെയാണിത്. അതിനകത്തുള്ള കുളമൊക്കെയാണ് കേട്ടോ. തോടും ഉണ്ടല്ലോ ഇപ്പുറത്ത്. നോക്കിയ വെള്ളത്തിന്റെ കളർ തന്നെ വേറെ വ്യത്യാസം. നല്ല തെളിഞ്ഞ വെള്ളം അല്ലേ? ഉണ്ടോ? തെളിഞ്ഞെന്ന് പറയുമ്പോൾ നമുക്ക് നേരിട്ട് കാണുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. ആ ഇതിലേ കൂടെ മഴക്കാലത്തേ ഉള്ളു അല്ലേ? എന്നാലും കൊള്ളാം. നമ്മൾ അവിടുന്ന് ജസ്റ്റ് വളഞ്ഞ് ഇതാ ഒരു 1.5 കിലോമീറ്റർ വന്നപ്പോഴത്തേക്ക് കൊണ്ട് കേരള കർണാടക ബോർഡർ ആയിട്ടോ. ഇത്ര അടുത്തല്ലേ ബന്ധെടുക്കുന്നത്? ലക്ഷം പോയ മുമ്പോട്ട് പോയ ബോർഡർ റോഡല്ലേ ഇത്? അവിടുന്ന് അങ്ങോട്ട് പോയാൽ കർണാടകയിൽ ഏത് ഭാഗം? അത് സുള്ളിയാത്തി അല്ലേ? സ്ഥലത്തിൻ്റെ ഒരു മാണിമൂലാണ്. ഇവിടെ നിന്ന് ഇനി കുറച്ച് പോയാൽ മതി കർണാടകയിൽ. അല്ല റോഡിലൊന്നും നോക്കിയേ. ആ വണ്ടികളോ ഒന്നുമില്ല. നല്ല സുഖമാണ് വണ്ടി ഓടിക്കാൻ. ഇവിടെ ഒരു ക്യാമറ ആണ്. ഇത് കഴിഞ്ഞാൽ എന്താ സ്ഥലത്തിൻ്റെ പേര്? കണ്ണാടിത്തോട്. ഓ ഇത് കഴിഞ്ഞാൽ കർണാടകയായി. ഈ പാലം കഴിഞ്ഞാലാ? ഇതാ ലാസ്റ്റ് കേരളത്തിലെ ഹോട്ടല്. ആ ഇതെവിടെ? തോട്ടിലേ പോവാണോ? വണ്ടി കഴുകാനൊക്കെ പറ്റുമല്ലേ? ഇതാണ് കണ്ണാടിത്തോട്. ഇതാണ് കണ്ണാടിത്തോട് കേട്ടോ. നല്ല കണ്ണാടി പോലത്തെ വെള്ളം ഒഴുകുന്ന തോടാണിത്. കണ്ണാടിത്തോട്. ഇത്രയേ ഉള്ളൂ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ നമ്മൾ കണ്ണാടിത്തോടിൽ ഡീപ്പായിട്ട് വന്നു. ഇതാ ഇത്രയേ ഉള്ളൂ ബോർഡർ കേട്ടോ. ഇവിടെ നിന്ന് അടുത്താണ്. ഇവിടുന്ന് അങ്ങോട്ട് ഫോറസ്റ്റ് ഏരിയ അല്ലേ? കർണാടകയുടെ ഫോറസ്റ്റ് ഏരിയ ആണ്. അതുകൊണ്ട് RF എന്നൊക്കെ ഇവിടെ ആയിട്ടുണ്ട്. ഇതിൽ തോട്ടിലങ്ങ് പോകാൻ പറ്റുമോ? അവിടെ പാലമുണ്ട്. പാലം ഇല്ലായിരുന്നെങ്കിൽ തോട്ടിലേക്ക് കൂടെ പോകായിരുന്നു അല്ലേ? ഈ വണ്ടി ഏതിൽ വേണേലും കൊണ്ടുപോവാം. എന്നാൽ പിന്നെ നമുക്ക് വളയ്ക്കാം അല്ലേ? ഇനി നമ്മൾ കർണാടകയിലോട്ട് കയറുവാണ് കേട്ടോ.
ഓപ്പോസിറ്റാ. നിർത്തിക്കോ ഇവിടെ? ഇല്ലല്ലേ, ഞാൻ കാറിലൊന്നും പോകുന്നുണ്ട്, കുഴപ്പമില്ല. നമ്മൾ കർണാടക ഫോറസ്റ്റിലോട്ട് കയറുകയാണ്. ഇത് ഇവിടുന്ന് 16 കിലോമീറ്റർ പോയാൽ അടുത്ത സിറ്റി എന്ന് പറയുന്നത് സുള്ളി തന്നെ അല്ലേ? മെയിൻ സിറ്റി സുള്ളിയ. അതുകൊണ്ട് ഓപ്പോസിറ്റ് ഒരു ജീപ്പ് വരുന്നത്, അത് കർണാടക രജിസ്ട്രേഷൻ വണ്ടി അല്ലേ? ഇത് നമ്മളെ കാസർഗോഡ് 14 വണ്ടിയാണ്, KL 14. ആരൊക്കെ ഇറങ്ങും? ശരി. 14 കിലോമീറ്റർ, 10 കിലോമീറ്റർ, 14 കിലോമീറ്ററിൽ സുള്ളി എത്തി. ആദ്യം ഇങ്ങനെ കാടൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് അല്ലേ? പെട്ടെന്ന് കാലാവസ്ഥ മാറി, അടിപൊളിയായി. വീടുണ്ടല്ലേ? അപ്പൊ വലിയ കുറച്ചല്ല, ആ ഒരു ചെറിയൊരു പോർഷൻ മാത്രമേ ഉള്ളൂ അല്ലേ? ഇതെല്ലാം നമ്മളെ വെസ്റ്റേൺ ഗാർഡ്സിന്റെ ഭാഗങ്ങളാണ്. ഇതിലേക്കാണ് ഞങ്ങൾ ജീപ്പ് കൊണ്ട് വന്ന് നല്ല ഇതായത്. ഇതിപ്പോഴാണ് ടാറിങ്ങൊക്കെ. ഇത് പിന്നെ ഞാനൊക്കെ പഠിച്ച സമയത്തൊന്നും ഉണ്ടല്ലോ, വണ്ടി എടുക്കാൻ തുടങ്ങിയ സമയത്തൊന്നും ഇതിലേക്കൂടി ഇതില്ല, ടാറിങ്ങില്ല, ഫുള്ള് കട്ടറായിരുന്നു, വലിയ കുണ്ടും കുഴി. ഈ സുള്ളിയെന്നൊക്കെ തടിയൊക്കെ കൊണ്ടുവരത്തില്ല അല്ലേ? തടി ലോഡൊക്കെ നമ്മളെ വണ്ടി തന്നെ, നമ്മളെ ലോറി തന്നെ സുള്ളിയെന്ന് തടിയൊക്കെ ലോഡ് എടുക്കുമായിരുന്നു. നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഭാഗത്തൊക്കെ വരുന്നത് തന്നെ. ഈ ഭാഗം കൊണ്ട് നമ്മുടെ ഫോറസ്റ്റ് ചെയ്തിരുന്നു. ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞാൽ അപ്പുറം ചെന്ന് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇതിപ്പോ ഇവിടെ ഒരു കലിങ്ങൊക്കെ കണ്ടില്ലേ, ഒരു ഇതിന്റെ കയറ്റം. ഇപ്പൊ പിന്നെ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇത് തോട്ടിൽ ഇറങ്ങിയായിരുന്നു. മഴക്കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫുള്ള് ജീപ്പിന്റെ ബോണറ്റൊപ്പം ഒക്കെ വെള്ളത്തിൽ അങ്ങനെ ഇറങ്ങി കയറി വരുന്നത്. ഇങ്ങനത്തെ ജീപ്പുകളെ പറ്റുള്ളൂ. ഇപ്പൊ എവിടെ പോവാ? നമ്മൾ തിരിച്ചു തിരിച്ചു പോകണം. പുള്ളിയും പോണ്ടല്ലോ? വേണ്ട, പുള്ളിയും വേണ്ട. ജസ്റ്റ് ബോർഡർ വരെ വന്നല്ലേ ഉള്ളൂ. ഇതിപ്പോ കർണാടകയുടെ ഭാഗമാണല്ലോ. ഇതെല്ലാം കർണാടക. നമ്മുടെ നാട്ടിൽ എന്താ വെച്ചാലുണ്ടല്ലോ, എല്ലാ മതക്കാരും എല്ലാ പിന്നെ ഭാഷക്കാരും എല്ലാ പാർട്ടിക്കാരും ഒക്കെ ഉള്ളൊരു നല്ലൊരു സ്ഥലമാണ്. ശരി, എല്ലാവരും നല്ല സഹകരണമുള്ള ആൾക്കാരാണ്. എങ്ങനെയുണ്ട് നമ്മുടെ നാട് കണ്ടിട്ട്? നാട് അടിപൊളിയായിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല രസമുള്ള ശാന്തസുന്ദരമായ സ്ഥലം. അപ്പൊ ഞാനെപ്പോഴും എന്റെ നാടിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾ അറിയാമോ, നിങ്ങൾക്ക് മാത്രമേ നാടുള്ളൂ. അപ്പൊ നാട് കണ്ടപ്പോ എങ്ങനെയുണ്ട്? നാട് കൊള്ളാം. നാട് എന്ന് പറഞ്ഞാൽ ജീവനായിട്ട്, അത് നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലേക്ക് കാണും. നാട് എന്ന് പറയുമ്പോൾ ആ ഒരു ചെറിയ കുട്ടിയായ പോലെ ഉണ്ട് അല്ലേ? നാടിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് അങ്ങ് ജോൺസൺ മാഷ് അങ്ങ് ചെറുതായി. നമ്മൾ തന്നെ കണ്ടില്ലേ വീഡിയോയിൽ, മൊത്തം സ്ഥലങ്ങളെല്ലാം ഓടിച്ചാടി നടന്ന് കാണിക്കുമായിരുന്നു. ഞാനെപ്പോഴും എന്റെ നാടിനെ പറ്റി പറയുമ്പോൾ പുള്ളി പറയും, ഓ നിങ്ങൾക്ക് മാത്രമേ ഒരു നാടുള്ളൂ. നല്ല നാടാ. 1 കിലോമീറ്റർ ബോർഡർ. നമ്മളിടയ്ക്ക് നിർത്തിയിട്ട് ഒരു ചായ പിടിക്കാൻ വേണ്ടി നിർത്തി അല്ലേ? ടർഫല്ലേ? ഇത് ബോർഡറല്ലേ? ബോർഡറിൽ നമ്മൾ നേരത്തെ കാണിച്ചത് എന്തായാലും കണ്ണാടിത്തോടാ. കണ്ണാടിത്തോടിലാണ് നമ്മൾ നിർത്തിയിരിക്കുന്നത് കേട്ടോ. അതല്ലേ? അത് ശരി. അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്നൊരു ചായ പിടിക്കാം. വാ. നമ്മളെ അവിടെ നിന്ന് നേരെ തിരിച്ചു നേരെ നമ്മൾ ഒരു അമ്പലത്തിൻ്റെ ഫ്രണ്ടിലോട്ട് വന്നു. ആതിര വണ്ടി ജീപ്പ് ഓടിക്കണമെന്ന് ഒരാഗ്രഹം, ചെറുതായിട്ട് ആതിര ഒന്ന് ഓടിക്കാൻ വേണ്ടി പോകാം കേട്ടോ ജീപ്പ്. അപ്പോൾ ആതിര ജീപ്പ് ഓടിക്കാൻ പോവാണ് കേട്ടോ. ഓ ജീപ്പൊക്കെ ഓടിച്ചോണ്ട് പോകേ. വരട്ടെ. ഇത് മാനുവൽ സ്റ്റിയറിംഗ് ആണ്, പവർ സ്റ്റിയറിംഗ് ഒന്നുമല്ലല്ലോ വണ്ടി. ഇത് നമ്മളാ സ്കൂളില്ലേ, സ്കൂളിൻ്റെ ബാക്ക് സൈഡിൽ തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ ഈ വണ്ടി ഓടിച്ചില്ലായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കൊന്ന് ഓടിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. ഇവിടുത്തെ രീതിയിൽ തന്നെ ഓടിക്കണം അല്ലേ? ഓടിക്കുമ്പോൾ ഇവിടെ ഓടിക്കുന്ന രീതി വെച്ചാൽ അതെ അതെ, എല്ലാവരും ഭയങ്കര സ്പീഡിലാണ് ഓടിക്കുന്നത്. നല്ല രസമുണ്ടല്ലോ ഇത് ഓടിക്കാൻ അല്ലേ?
നിനക്ക് പഠിച്ചപ്പോഴങ്ങനെ തോന്നിയില്ലേ? നല്ല സ്മൂത്ത് ആയിട്ടില്ലേ? എത്ര ഗിയറത്? കൺട്രോള് കിട്ടിട്ട് ചെരിഞ്ഞ പോലെ. ഇത്ര ഗിയറേ ഉള്ളോ? 3 ഗിയറേ ഉള്ളു അല്ലേ? വലിയത്തില്ല. ആണാണ്. കിട്ടിയല്ല. ആണാണ്. ഇതിൽ തന്നെ കയറുമോ മേളിലോട്ട്? ആണ് നമുക്ക് ആണ്. നമുക്ക് ഇത് ഒന്ന് ഓടിച്ച് ശരിയാവണം അല്ലേ? അറിയത്തില്ല. വളഞ്ഞു വരുമ്പോ അത് ഇതിന്റെ രീതി ഓടിക്കണം. നമ്മൾ കാർ ഓടിക്കുന്ന ഓടിച്ച് അറിയത്തില്ല. അതുകൊണ്ട് അവർ സ്കൂളിൽ പിന്നെ എത്തി കേട്ടോ. വീണ്ടും നമ്മളൊരു ഓഫ് റോഡിൽ കയറുവാണ്. ഇന്നത്തെ വീഡിയോ നമ്മൾ മൊത്തം ഓഫ് റോഡാണ് കേട്ടോ. ഈ ഏരിയ മൊത്തം ഓഫ് റോഡ് ആണല്ലോ. നിങ്ങൾക്ക് ഓഫ് റോഡിന് വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല അല്ലേ? സ്വന്തമായിട്ട് ഇവിടെ ഓഫ് റോഡ് ഉള്ള ആൾക്കാരാണ്. ഭയങ്കര കുണ്ടും കുഴിയായിരുന്നു. ഭയങ്കര കല്ലും ഇതൊക്കെ ആയിരുന്നു. കുറെ കല്ലൊക്കെ എടുത്ത് മാറ്റി റോഡ് ഇത്രയും വൃത്തിയാക്കിയത് അത് നമ്മളെ JCB കൊണ്ട് ആണല്ലേ? റോഡ് ഇതാണ്. നടന്നു വരുമ്പോൾ വരെ ഇവിടെ സ്ലിപ്പ് ആവുന്നുണ്ട്. ജീപ്പ് അത് നല്ല പിടിച്ചിറങ്ങും. കണ്ടോ? കണ്ടേ? ഈ വഴിയാണ് പോകേണ്ടത്. ഞാൻ നടന്നിട്ട് ഇവിടെ സ്ലിപ്പ് ആവുന്നു. നമ്മൾ വണ്ടി വരുന്നുണ്ടോ? ഇതിങ്ങനെ കാണാൻ തന്നെ രസമല്ലേ? അത് ഞങ്ങളുടെ വഴി. അത് പിന്നെ ഞങ്ങളുടെ ഇടവപ്പള്ളി കേട്ടോ. അത് താഴെ കാണുന്നത് മാനടുക്കം പള്ളി എന്ന് അറിയപ്പെടുന്നത് വീട്ടിയാടി പള്ളി. വീട്ടിയാടിയിലാണ് ഇപ്പൊ ഉള്ളത് പള്ളി. അതെ. അത് പിന്നെ കാണുന്നില്ല ആ കുറെ സ്ഥലത്ത്. ആ സ്ഥലങ്ങള് എസ്റ്റേറ്റിന്റെ സ്ഥലമാണ് അത്. പണ്ട് അച്ഛന്മാരുടെ എസ്റ്റേറ്റ് ആയിരുന്നു. ഇപ്പൊ അത് വലിയ എസ്റ്റേറ്റ് ആയിരുന്നു. അതിങ്ങനെ ഇപ്പം മുറിച്ച് കൊടുത്ത് 3-4 എസ്റ്റേറ്റ് ആയിട്ടാ ഉള്ളത്. നമുക്ക് ഇതിലേക്കൂടെ പോണ്ടേ? ഇതിലേക്കൂടി. അപ്പൊ ഞാൻ എന്താ ഇറങ്ങുവാണേ. വണ്ടി നമ്മൾ ഓഫ് ചെയ്ത് കേട്ടോ. വണ്ടി സ്റ്റാർട്ട് ചെയ്തോ? കാടും നടന്നു വന്ന വഴി മതി ഇതിന്. നടന്നു വന്ന വഴിയിൽ അങ്ങ് പോയിക്കോളും. ആ നേരത്തെ നമ്മൾ ആ കുന്നിന്റെ മുകളിൽ പോയില്ലേ? അതിനകത്തുകൂടി ഞങ്ങള് പിന്നെ വഴിയില്ലാത്ത സ്ഥലത്തുകൂടി പിന്നെ സുരേഷ് ചേട്ടൻ അതിലേക്കൂടി ഉണ്ടല്ലോ, നേരെ റബ്ബറിന്റെ പ്ലാറ്റ്ഫോറത്തിൽ കൂടി നേരെ താഴോട്ട് ഇറങ്ങിക്കൊണ്ട് പോയി. അത് ഇതേപോലത്തെ താഴോട്ട് വലിയൊരു കുഴി ഉണ്ടായിരുന്നില്ലേ? ആ കുഴിക്കകത്തോട്ട് ഈ പായ കൊണ്ട് നടക്കും നമുക്ക്. അതെ അതെ. ഇതുണ്ടല്ലോ നമുക്ക് പിന്നെ അങ്ങ് അവിടെ നമ്മുടെ സ്ഥലത്ത് അവിടെ പോയി നിന്ന് കഴിഞ്ഞാല് നമുക്ക് പിന്നെ റാണിപുരത്തിന്റെ മലയൊക്കെ കാണാം. റാണിപുരം കാണാൻ പറ്റും. റാണിപുരം എത്ര ദൂരം കാണും? റാണിപുരമോ? റാണിപുരം ഇവിടുന്ന് 10-20 കിലോമീറ്റർ കിട്ടും. അത്രേ ഉള്ളൂ അല്ലേ? വഴി റോട്ടിൽ കൂടി പോകുമ്പോ. ഇത് ഫുള്ള് തേക്കും തോട്ടോ. മൊത്തം തേക്കാലോ ഇവിടെ എല്ലാം. തേക്കിൻ കാടുകളുടെ ഇടയിലേക്ക് കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എത്തിപ്പോ ഒരു ഇരുട്ടല്ലേ?
നമ്മള് അടിപൊളി കേട്ടോ. നമ്മള് മേളിലെത്തിയേ. ഇവിടുന്ന് മുതൽ നമ്മുടെ സ്ഥലം സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. സ്റ്റാർട്ട് ചെയ്തല്ലേ? നമ്മുടെ സ്ഥലം സ്റ്റാർട്ട് ചെയ്തത് അതിൽ വ്യൂ ആണ്. ഇവിടെ നിന്നിട്ട് സ്റ്റാർട്ട് ചെയ്യണം സ്ഥലം. ഇതിലെ മുകളിലോട്ടും വഴിയുണ്ട് കേട്ടോ. അതിലേക്ക് കേറുമല്ലോ. അതൊക്കെ നമ്മുടെ പമ്പിങ്ങിന് ആക്കിയതാണ്. അടിപൊളി കേട്ടോ. കാണുന്ന മല റാണിപുരം കേട്ടോ. ഏതാ? അപ്പുറത്ത് കാണുന്ന മലയാ? അങ്ങ് ലാസ്റ്റ് കാണുന്നത്. ഓ, അപ്പുറത്ത് കാണുന്ന മലയാണ് റാണിപുരം എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. കാസർഗോഡുള്ള ഒരു പ്രശസ്തമായ ഒരു ടൂറിസ്റ്റ് പ്ലേസ് അല്ലേ? ഇതേണ്ട ഫുള്ള് കാടായി റോഡ്. അപ്പൊ നമ്മളങ്ങനെ വരുന്നില്ല വണ്ടി കൊണ്ട്. വണ്ടിയൊന്നും വരാത്തോണ്ട് മൊത്തം കാട് കയറി കിടക്കും കേട്ടോ. കാടിനെയൊക്കെ വെട്ടി മാറ്റിയാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്ത് പണിയൊക്കെ നടന്നിരിക്കുന്നു? പിന്നെ പോത്തിന്റെ ഇതുണ്ടായിരുന്നു, പോത്ത് ഫാമും പശുവും ഒക്കെ അതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നോ? അപ്പൊ അതിന്റെ മുകളിലുണ്ടായിരുന്ന നെറ്റായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അതൊക്കെ അഴിച്ചെടുത്തു നമ്മൾ. ഇങ്ങനെ ഇറങ്ങി പോണോ ഇനി? ഇവിടെ താഴോട്ട് ഉണ്ടാവും. നല്ല രസമല്ലേ? താഴെ നമ്മുടെ കുളമൊക്കെ ഉള്ളത്. ശരി. നല്ല ഭംഗിയാട്ടോ ഇവിടുന്ന് കാണാനുണ്ട്. സ്ഥലങ്ങളെല്ലാം കാണുന്നത് അതിലേ കൂടെ നോക്ക്. നമ്മളിപ്പോൾ ഇത്രയും മേളിലെത്തി. നമ്മൾ അറിഞ്ഞ വഴിയില്ല. നമ്മൾ പോകുന്ന വഴിയൊക്കെ നല്ല അടിപൊളി സൂപ്പർ വഴിയാണ്. കാസർഗോഡ് ഇങ്ങനത്തെ ഓഫ് റോഡ് സ്ഥലമൊക്കെ ഉണ്ടെന്ന് ആർക്കും അറിയത്തില്ലല്ലേ? പിന്നെ ഇത് പ്രൈവറ്റ് ആണല്ലേ? പ്രൈവറ്റ് ഏരിയ ആണ് ഇതെല്ലാം. പ്രൈവറ്റ് റോഡുകളാണ്. അധികം ആൾക്കാർ എക്സ്പ്ലോർ ചെയ്യാത്തൊരു ഡിസ്ട്രിക്റ്റാണ് കാസർഗോഡ്. സത്യം പറയാം, കാസർഗോഡ് പക്ഷെ എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. തീർന്നാ വഴി? വഴി തീർന്നില്ല, വഴിയുണ്ട്. ഇവിടെ കൊണ്ട് നമ്മുടെ സ്ഥലം കഴിഞ്ഞു. നമ്മുടെ സ്ഥലം കഴിഞ്ഞു അല്ലേ? ഇതിലേ അങ്ങ് പോയി നമുക്കുണ്ടല്ലോ അപ്പുറം വേറെ ഒരു ഇറങ്ങി റോഡുണ്ട്, അവിടത്തേക്ക് ഇറങ്ങാം. എന്നാ ശരി. അങ്ങനെ നമ്മള് ഇവിടെ എത്തി കേട്ടോ. ഇറങ്ങിക്കോ. ജീപ്പിന് സർവീസ് ചെയ്യാറായി. മൊത്ത ചെളിയായി. ഇതിപ്പോ ഉണ്ടല്ലോ, ഇതിപ്പോ ഈ സാധനമൊക്കെ ഇവിടെ കിടക്കുന്നുണ്ടല്ലോ. അങ്ങ് താഴെ വരെയും പിന്നെ വണ്ടി പോകുന്ന വഴി ഉണ്ടായിരുന്നു. നമ്മള് പിന്നെ JCB എടുത്തതാ ഈ മുകളിലോട്ട്. ഇപ്പൊ ഇവിടെ നോക്കി നമുക്ക് കാണിയല്ല, അങ്ങ് മുകളിൽ വരെ ഉണ്ട് സ്ഥലം. ആണല്ലേ? സ്ഥലങ്ങളാ. അപ്പൊ അങ്ങ് അവിടെ ടോപ്പിൽ പോയി നിൽക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, അവിടെ നല്ല വ്യൂ ആണല്ലേ. ഇതിപ്പോ നമ്മൾ ഇതിന്റെ പകുതിയിലാണ് നിൽക്കുന്നത്. വണ്ടി പോകുന്ന ഈ വഴി അല്ലേ? അത് നടന്നു പോകണം തോന്നുന്നു. അത് അങ്ങ് അവിടുന്ന് ഞാൻ പകുതി കാണിച്ചില്ല, മുകളിലോട്ട് റോഡ്. അതിൽ കുറച്ച് മുകളിലോട്ട് കയറി പോവും, ബാക്കി നടന്നു കയറണം. നടന്നു കയറിയാൽ നല്ല രസമാണ്. നല്ല ഇന്ന് മഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം തണുപ്പുണ്ട്. ഏതാ? അരുവിയല്ലോ ഒഴുകുന്നുണ്ടല്ലോ, സൗണ്ട് കേൾക്കാലോ. വാ ഇതിലേ വാ. അതിൽ അരുവിയുണ്ടോ? ഉണ്ട്. ഇതിലായിരുന്നു നമ്മളെ നേരത്തെ പിന്നെ റോഡ് ഉണ്ടായിരുന്നത്. നേരത്തെ ഇതിലേക്കൂടി ആയിരുന്നു നമ്മളിതാ കാണിക്കും. ഇതിലേക്കൂടെ ഇറങ്ങണ്ട. ഇതിലേക്കൂടി നമുക്ക് നടന്നു പോയി. ഇതിലേക്കൂടി ആയിരുന്നു ഞങ്ങൾ നേരത്തെ ജീപ്പ് ഇറക്കിക്കൊണ്ടായിരുന്നത്. ഇതിലെ ജീപ്പ് ഇറക്കുമായിരുന്നു? പിന്നെ അയ്യോ, ഇതിലെ ജീപ്പ് ഇറക്കി. അതുകൊണ്ട് പിന്നെ കുളത്തിന്റെ സൈഡിൽ കൂടി അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നത്. ആ ഷെഡില്ലേ, അതാ പിന്നെ അവിടെ നേരത്തെ വീടുണ്ടായിരുന്ന അങ്ങോട്ട് ഇതിലായിരുന്നു ഇറങ്ങിക്കൊണ്ട് പോകണ്ടായിരുന്നത്. വാ, കുഴപ്പമില്ല. പാമ്പൊന്നും കാണത്തില്ലല്ലോ. പാമ്പുണ്ടായാലും ഇപ്പൊ എന്താ? ഷമീറേ വരരുത്, ഇത് പാമ്പുള്ള പറമ്പാണ്. പിന്നെ ഇതുണ്ട്, പിന്നെ കുളമുണ്ട് കേട്ടോ. കുളമുണ്ട്. കുളം വലിയ കുളവാ. ശരി. അപ്പൊ നമ്മൾ ഇതിലെ എങ്ങനെ എന്താ ജീപ്പ് വന്ന്? ഇതില് ഞങ്ങളെല്ലാരും കൊണ്ടുവരുന്നല്ലേ ചേച്ചി, ഞങ്ങളെല്ലാരും വേണ്ടി കൊണ്ടുവന്നുണ്ടായിരുന്നല്ലേ. ഇതാ ഇവിടെയാണ് നമ്മള് വെള്ളത്തിന്റെ സൗണ്ട് ഇങ്ങനെ കേട്ടത്. നേരത്തെ വെള്ളം ഇതിലേ വന്നിട്ട് ഇതിലെ കുളത്തിലേക്ക് ഇറങ്ങി ഇങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇതിപ്പോ നമ്മള് JCB കൊണ്ട് ഇങ്ങനെ ഇതിലേ കൂടി ഇങ്ങനെ വെട്ടി. ഇതുണ്ടോ, ഇത് ഇങ്ങനെ ഇതിന്റെ മുകളിൽ JCB ഒന്ന് പണിയെടുത്തായിരുന്നു. ഇപ്പൊ സൈഡ് ഇടിഞ്ഞ് കുളം ഇതായി ചെറുതായതാ. കുളം വലുതായിരുന്നു. അവിടെ ഇങ്ങനെ JCB അതിന്റെ മുകളിൽ നിന്ന് തട്ടടിച്ച് ചെയ്തോണ്ടായിരുന്നു. അത് അതിലേ കൂടി അങ്ങനെ JCB ഇറങ്ങി പോയിട്ട്. ശരി. അവിടെ നല്ല വെള്ളം കാണാം. ഇവിടെ അത്യാവശ്യം നല്ല തെളിഞ്ഞ വെള്ളമാണ്. ഇതിന്റെ ഇടയിൽ നിന്നാണ് സൗണ്ട് കേൾക്കുന്നത്. വെള്ളത്തിന്റെ കാണാനൊന്നും വയ്യ. ഇടയിലെ കൂടെ വെള്ളം ഇങ്ങനെ കളകള ഒഴുകുന്നുണ്ട്. ഏകദേശം ഒരു 10 ലക്ഷം രൂപയുടെ JCB പണി എടുത്തതാ ഇതിനകത്ത്. JCBയുടെ പണിയല്ലേ? എന്നിട്ട് ഇപ്പൊ വെറുതെ ഇങ്ങനെ കിടക്കുവോ? അന്നേരം ഞങ്ങൾ ഇതെന്താ പമ്പ് ഹൗസാ? പോത്തും ആടും പശുവൊക്കെ ഉണ്ടായിരുന്നു. കൃഷി ഉണ്ടായിരുന്നു. അതൊക്കെ നിർത്തി. പിന്നെ ഇനിയിപ്പോ ആദ്യം തുടങ്ങണമെന്നുണ്ട് ചെറിയ പ്ലാന്. അതിനൊക്കെ പറ്റിയ സ്ഥലമാ അല്ലേ?
പോത്തിനൊക്കെ ഇങ്ങനെ അയച്ചു വിട്ടാൽ മതി. ഇവിടെ നിന്ന് പിന്നെ വേറെ വീടുകളോ വേറെ ഒന്നും അങ്ങനെ തിന്നാനൊന്നുമില്ലല്ലോ. ഈ റബ്ബറുകളാണ് ഫുള്ളുള്ളത്, റബ്ബറാണ് കൂടുതലുള്ളത്. അപ്പോൾ ഈ അങ്ങ് അയച്ചു വിട്ട് കഴിഞ്ഞാൽ അയച്ചു വിടുമായിരുന്നു. നിങ്ങൾ ഇങ്ങനെ വരും, ഇതായി കുളത്തിൽ ഇറങ്ങി കുളിക്കാനോ നിങ്ങൾക്ക് സ്ഥലമുണ്ട്. കുളത്തിന് കേട്ടോ നല്ല നീളമുണ്ട്. ഇതാ ഇവിടുന്ന് തുടങ്ങിയാൽ അത്രയുണ്ട്. ഇത് പിന്നെ മോട്ടറൊക്കെ ഇട്ടിട്ടുണ്ട്, ആ മുകളിൽ ടാങ്കൊക്കെ ഉണ്ട്. നമ്മളെടുത്താ കണ്ടല്ലേ. അപ്പോൾ അതെ നമ്മളിങ്ങനെ മലയൊക്കെ കയറി അവസാനം ഇവിടെ എത്തി നിൽക്കുന്നു. വീടുണ്ടായിരുന്നാ, ഇപ്പൊ ഇത് നമ്മൾ ഒരു ഷെഡ് മാത്രമാക്കി വെച്ചിരിക്കുന്ന. നമ്മൾ ഇടയ്ക്ക് വരുവൊക്കെ ചെയ്യുമ്പോഴേ നിൽക്കാനും ഭക്ഷണം ഉണ്ടാക്കാനും. ശരി. കറണ്ടും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലം ഇത്. ഇതെങ്ങനെ ഇവിടെ കാണാമല്ലോ, എങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നല്ലേ. കണ്ടായി നമ്മളൊരു കാട്ടിലത് വന്ന പോലെ ഉണ്ടാവും. പക്ഷെ നല്ല സൗകര്യമുണ്ട്, ഒരു ഓഫ് റോഡും ഉണ്ട്. ഈ കവുങ്ങ് ഇത് വെച്ചിട്ട് 2 വർഷമായുള്ളൂ. കവുങ്ങൊക്കെ പിന്നെ തനിയെ ആയിക്കോളൂ. ഇത് നോക്കണോ? അത് പിന്നെ പണിയെടുക്കുന്നല്ലേ. പണിയെടുക്കണം അല്ലേ. ഇതിലേ അങ്ങോട്ട് പോവാ. ഇതൊക്കെ 3-ാം വർഷത്തിൽ കഴിക്കുന്ന കവുങ്ങുകളാ. എവിടെ പോവാ എന്തോ, കാട്ടിലെ കൂടെ ഒക്കെ വിളിച്ചോണ്ട് പോകുന്നുണ്ട്. ഇതാ വെള്ളം ഒഴുകി ഇതിലെ കൂടി ഇങ്ങനെ പോവാ. വെള്ളം അതാ അവിടെ സൗണ്ട് കേട്ട വെള്ളമുണ്ട്, അതിലത്തെ കൂടെ അങ്ങ് പോവല്ലേ. പൈപ്പൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ വെള്ളം എടുക്കാനൊക്കെ. ഇനി നമുക്ക് ഇതിലെ കൂടി അങ്ങോട്ട് ഇറങ്ങാം. എല്ലാം റബ്ബർ എസ്റ്റേറ്റ് ഏരിയ ആണ് കേട്ടോ. വെള്ളം കണ്ടു കഴിഞ്ഞാൽ ആതിരയുടെ വീട്ടിലിന്റെ കയ്യിൽ തോടില് ഇതേപോലെ വെള്ളം പോകണ്ടല്ലേ. അതിലേ ഇറങ്ങാം. അതിലേ വന്നാൽ മതി. അതിലേ ഇറങ്ങി വാ. ഏതിലേ? നിങ്ങൾ അതിലേ വാ. അതിലേ അങ്ങനെ വന്നിട്ട് ഇതിലേ ഇറങ്ങി. ഇതിലേ ഇറങ്ങാൻ ബുദ്ധിമുട്ടാ. അതൊക്കെ അവള് ഇറങ്ങും. ഇത് ഇറങ്ങത്തില്ല നീ. ഇതൊക്കെ എന്ത്, ഇതൊക്കെ കണ്ടേ, ഇതൊക്കെ സിമ്പിളായിട്ട് ചാടി കിടക്കും. കാലെത്താൻ കുറച്ച് ബുദ്ധിമുട്ടാ. നോക്കാല്ലോ. ഇതൊക്കെ എന്ത്. അങ്ങനെ നമ്മൾ താഴെ എത്തി. ഇതൊക്കെ കാണാനും എല്ലാം കൂടെയാണ് നമ്മൾ കാസർഗോഡ് വന്നപ്പോൾ. എന്തായാലും നമുക്ക് സമയം ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇവിടെ എല്ലാം സ്ഥലങ്ങളും ഇവിടുത്തെ ഇവരെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഒക്കെ കാണാമെന്ന് വെച്ച് വന്നത് കേട്ടോ. ആ മേളിലെ ഷെഡ് ഉണ്ടോ, അതിൻ്റെ താഴെ ആയിട്ടുണ്ട് നമ്മളിപ്പോൾ കുളത്തിൻ്റെ അടുത്ത് പൈപ്പൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ വെള്ളം പിടിക്കാൻ. മീനൊക്കെ ഉണ്ടല്ലോ ഇഷ്ടം പോലെ. നമ്മൾ വണ്ടി എന്ത് ചെയ്യാ? വണ്ടി കാണുന്നില്ലല്ലോ. വണ്ടി അങ്ങ് മുകളിലല്ലേ ഇരിക്കുന്നത്. വണ്ടി കാണത്തില്ല ഇവിടെ നോക്കിയാൽ. എന്നിട്ട് കല്ലൊക്കെ പൊട്ടിച്ച് പൊട്ടിയിരിക്കുന്നത്. അത് JCBക്ക് ബ്രേക്കർ വെച്ച് പൊട്ടിച്ചതാ. പിന്നെ മുകളിൽ നിന്ന് ഇപ്പൊ ഇതിങ്ങനെ കിടക്കുവല്ലേ. കുളത്തിന് അവിടെ നല്ല താഴ്ചയുള്ളതാ. ഇത് വേണേ നീന്തി കുളിക്കാം. നല്ല താഴ്ചയുള്ളൂ. അതിപ്പോ ഇങ്ങനെ വന്നത് നല്ല വെള്ളം കേട്ടോ. ഇവിടെയൊക്കെ നമ്മൾ വന്നപ്പോൾ ശ്രദ്ധിച്ചാണ്, ഇവിടുത്തെ ചെറിയ കുളങ്ങളൊക്കെ വെള്ളം നല്ല വെള്ളമായിരിക്കും. സൈഡ് ഇടിഞ്ഞോണ്ടാ, നല്ല പച്ച കളറിലെ വെള്ളം. സൈഡ് ഇടിഞ്ഞതുകൊണ്ടാ. മീൻ ഇഷ്ടം പോലെ ഉണ്ട്. ഇല്ലെങ്കിൽ നല്ല കുറച്ചും കൂടി. എന്നാ പിന്നെ നമുക്ക് പോവാല്ലേ. പോവാം. അപ്പോൾ നമ്മൾ നേരെ ഇനി വണ്ടി എടുത്തോട്ട് പോവാണ്. അതിലെയാണ് നമ്മൾ വന്നത്. നമ്മൾ ഇതിലെ കൂടെ മേളിലോട്ടങ്ങ് കയറട്ടെ. ആണ്ടാ, ഇതായിരുന്നു പറഞ്ഞത്. ഇവിടെ ഒരു ഫാം ഹൗസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ഫാം ഹൗസ് അല്ല, ഫാം അല്ലേ. പോത്തിൻ്റെ ഫാം ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ. അതുകൊണ്ട് അവിടെ എത്തി. ഇരുട്ടായി വരുന്നുണ്ട്, മഴയും പെയ്യാൻ വരുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെ കാണാൻ അടിപൊളി കേട്ടോ. അവിടെ ഇതായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല, ഇതൊക്കെ പൊളിച്ച് കളഞ്ഞ്. പോത്ത് കയറുന്നേ വെള്ളം കെട്ടി നിർത്തുന്നായിരുന്നു. ഇതിനകത്തോ? ഇവിടെ പോത്തിനുള്ള വെള്ളമൊക്കെ ഒഴിക്കുന്നല്ലേ, ഭക്ഷണമൊക്കെ കൊടുക്കുന്നത്. കുളിക്കാൻ വേണ്ടിട്ടുള്ള വലിയ ടാങ്കൊക്കെ ഉണ്ടല്ലേ. ഇതിനകത്ത് വെച്ച് കൊടുക്കുമായിരുന്നു. ഇതിനകത്ത് വെച്ച് കൊടുത്തിട്ട് പിന്നെ ബാക്കി വരുന്ന വെള്ളം നമ്മൾ ഇവിടുന്ന് താഴോട്ടല്ലേ, താഴോട്ട് പൈപ്പ് ഇട്ടിട്ട് കവുങ്ങിന് അടിച്ചു കൊടുക്കുക വെള്ളം. ശരി. ചാണകവും മൂത്രം എല്ലാം കൂടി കൂട്ടിയിട്ട്. പിന്നെ അങ്ങ് അവിടെ ആട് ഫാം ഉണ്ടായിരുന്നു. ആടിനൊരു കൂടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കോഴി ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ റോഡൊക്കെ ഓഫ് റോഡൊക്കെ കഴിഞ്ഞ് ഇതുകൊണ്ട് താഴെ എത്തി. നമ്മൾ മേളിൽ നിന്ന് ഒരു പള്ളി കണ്ടായിരുന്നു, ഞാൻ താഴെ കാണിച്ചില്ലായിരുന്നു. ആ പള്ളിയുടെ അടുത്ത് എത്തി കേട്ടോ. ഈ കാണുന്നതാണ് പള്ളി. എന്തേ പള്ളി? ആ പള്ളിയുടെ സ്റ്റെപ്പൊക്കെ കാണാം. എന്താ ഈ പള്ളിയുടെ പേര്? സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച്. ഇതെടുത്തെത്തി. പള്ളി അടച്ചിരിക്കുക അല്ലേ. കൊള്ളാതെ നോക്കിയാൽ നല്ല പച്ചപ്പായിട്ടുണ്ട്. ഇതാണ് നമ്മൾ കണ്ട പള്ളി. ഇന്നും മൊത്തവും ഇവിടെ കറക്കം തന്നെ ആയിരുന്നു കേട്ടോ. ആകെ ടയർഡായി സത്യം പറഞ്ഞാൽ. ഓഫ് റോഡൊക്കെ പോയി വന്നപ്പോഴത്തേക്ക് ടയർഡായി. വണ്ടിയുടെ കോലം നോക്കിയേ, ടയറൊക്കെ ചെളി പൊളിയായി കേട്ടോ. അങ്ങനെ നമ്മൾ വീടെത്തി. സെറ്റ്.
അപ്പോൾ നമ്മൾ ഇന്ന് ചെറിയൊരു ജീപ്പ് യാത്രയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നാളെ ഒരു വീഡിയോ കൂടി ഉണ്ട്. നമ്മളെ സുരേഷ് ചേട്ടൻ്റെ വീടും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു വെറൈറ്റി ഒരു വീടൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ ഒരു വീഡിയോ കൂടി ഉണ്ട്. അത് നമുക്ക് നാളെ കാണാം കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നമ്മൾ ഉടനെ ഇന്ന് പോയിട്ട് ലോറി എടുക്കാനുണ്ട്. അതൊക്കെ പിന്നെ വരുന്ന വീഡിയോയിൽ കാണാം അല്ലേ. ജീപ്പൊക്കെ ഓടിച്ചതിന്റെ സന്തോഷത്തിലാണ് കേട്ടോ. ആതിര എങ്ങനെയുണ്ടായിരുന്നു ജീപ്പ് ഓടിച്ചിട്ട്? നല്ല രസമുണ്ടായിരുന്നു. അത് ഇവിടെ ജീപ്പ് ഓടിക്കാൻ ഒരു പ്രത്യേക ജീപ്പ് നമ്മള് കാറും അല്ല പെട്ടെന്ന് പോകുന്നത് കാണാനും നല്ല രസം ഇവിടുത്തെ വഴി കൂടെ. അതെ അതെ. അപ്പോൾ ഓക്കെ.